പ്രിയരെ നമസ്കാരം. ഞാൻ ശിവദാസൻ നന്ദ്യാട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളും സാമ്പത്തികമായി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്, ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാമ്പത്തിക സമത്വമാണ് നമുക്ക് ആവശ്യം. സാമ്പത്തിക സ്ഥിതി സമത്വം എന്ന് പറയുന്നത് ഇക്കണോമിക് ഇക്വാലിറ്റിയാണ്. ഇക്കണോമിക് ഇക്വാലിറ്റി. അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള സമത്വം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് ഫിനാൻഷ്യൽ ഇക്വാലിറ്റി എന്നാണ് പറയുന്നത്. ധനപരമായ സമത്വം ഇത് വളരെ അടിസ്ഥാനമാണ്. ശരി, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ട് രാജ്യം എവിടെയാണോ ഡ്രോബാക്ക് ഉള്ളത് ആ രാജ്യത്തെ പരിരക്ഷിക്കാനും സംരക്ഷിക്കാനും ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സാമ്പത്തിക വിശകലനം ചെയ്തുകൊണ്ട് അതിനെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം. അത് വരുമാനത്തിലും സമ്പത്തിലുമുള്ള തുല്യത ഇന്ത്യയിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വരുമാനത്തിലും സമ്പത്തിലുമുള്ള തുല്യത കൈവരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുകയും ദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വരുമാനത്തിലുള്ള തുല്യത കൈവരിക്കാതെ നമ്മുടെ രാജ്യത്തുള്ള പട്ടിണിയോ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ അതിൽ മറ്റ് സമസ്ത മേഖലയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയില്ല. അതിന് നിങ്ങളുടെ ഏക പ്രതിവിധി അത് മാത്രമേ ഉള്ളൂ. മറ്റൊരു രക്ഷപ്പെടാനുള്ള ഒരു പ്രതിവിധിയില്ല. അല്ലെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മേലിലേക്ക് അധിക നികുതി ഭാരം ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള മിസ്റ്റർ വി.ഡി. സതീശനോടക്കം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ഈ പൗരാവകാശ സംരക്ഷണ നിർദ്ദേശം അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നിർദ്ദേശം പോയിക്കാനുള്ളത്, ഇന്ത്യ രക്ഷപ്പെടാനുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സ്ട്രാറ്റജി, അത് മാത്രം ഞാൻ സൂചിപ്പിക്കുക നിങ്ങളുടെ അടുത്ത്. ഇത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ശവക്കുഴി തോണ്ടും എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുന്നത്. ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് എന്താണ്, എവിടെയാണ് ഡ്രോബാക്ക്, എവിടെയാണ് പാളിച്ച നമുക്ക് പറ്റിയത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ എവിടെയാണ് പാളിച്ച വരുന്നത്, അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഒന്ന് LA-മാർ, MP-മാർ, സർക്കാർ ജീവനക്കാർ, ഇവരുടെ ശമ്പളം, ഇവരുടെ പെൻഷൻ, ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അവർക്ക് ശമ്പളമോ പെൻഷനോ കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തിനുള്ള മറ്റ് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ആനുപാതികമായിട്ടുള്ള ശമ്പളവും വേതനവും ഒക്കെ അവർക്ക് കൊടുത്തോട്ടെ, ന്യായമായിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. ഇത് നിങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധമല്ല, സർക്കാർ ജീവനക്കാർക്കോ MLA-മാർക്കോ ഉള്ള യുദ്ധമല്ല. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നൊരവസ്ഥയിലാണ് അപ്പോൾ സൂചിപ്പിച്ച് പറയുന്നത് MLA-മാർ, MP-മാർ, സർക്കാർ ജീവനക്കാർ, ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ യാതൊരു നിയന്ത്രണമില്ലാതെ ലക്കും ലഗാനുമില്ലാത്ത രീതിയിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് പരിപൂർണമായിട്ട് നിയന്ത്രിക്കണം. അപ്പോൾ എത്ര കാശ് പരമാവധി കൊടുക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഡോക്ടർമാർ, അതേപോലെ തന്നെ ഒരു പ്രൊഫസർമാർ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ BTech MTech അങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളോ അങ്ങനെയുള്ള ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ശാസ്ത്രജ്ഞന്മാരോ ആരായിക്കോട്ടെ, അവർക്കൊക്കെ പരമാവധി ഒരു 75,000 രൂപക്കുള്ളിൽ ശമ്പളം കൊടുക്കാൻ പാടില്ല. പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശമ്പളം ഒരു 75,000 രൂപയാണ് ശമ്പളം കൊടുക്കേണ്ടത്. അതുപോലെ ക്ലറിക്കൽ സ്റ്റാഫായിട്ട് ബന്ധപ്പെടുന്നവർക്ക് അവർക്ക് വേണമെങ്കിൽ ഒരു 50,000 രൂപ കൊടുക്കാം പരമാവധി. പിന്നെ അതുപോലെ പ്യൂൺ പോലെയുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പരമാവധി 40,000 രൂപ കൊടുക്കുക. ഇതാണ് ചെയ്യാൻ കഴിയുക. ഇതിന് മേലെ കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്കറിയാം ഈ ഗവൺമെൻറ് സർവീസിൽ ഇപ്പോൾ പോലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 5 ദിവസമായിട്ട് ക്രമപ്പെടുത്തണമെന്നാണ് പറയണത്. 5 ദിവസമായിട്ട്, 7 ദിവസത്തിൻ്റെ ആവശ്യമില്ല, 5 ദിവസം. ഞായറാഴ്ച അവധിയാണ്, ചൊമ്പമക്ഷികൾ വരുന്ന എല്ലാ ദിവസങ്ങളിലും അവർക്ക് അവധിയാണ്. ബാക്കി 5 ദിവസമായിട്ട് ക്രമപ്പെടുത്തണമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വകാര്യ മേഖലയിലുള്ള കുത്തക മൂലധന കമ്പനികൾ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ അവർ 10 മണിക്കൂറും 12 മണിക്കൂറും 13 മണിക്കൂറും ബിരുദവും ബിരുദാനന്തര ബിരുദവും ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ എല്ലാവർക്കും കൊടുക്കുന്ന പരമാവധി ശമ്പളം ഒരു 30,000 രൂപ, 10,000 രൂപ തുടങ്ങി 30,000 രൂപ വരെയാണ് ശമ്പളം കൊടുക്കുന്നത്. ഈവൻ നമ്മുടെ MA യൂസഫലി അടക്കം. എന്നാൽ ചില മേഖലകളിൽ കുറച്ച് കൂടുതൽ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത്രയും സ്വകാര്യ മേഖലകളിലൊക്കെ തന്നെ 10, 12, 13 മണിക്കൂർ ജോലി ചെയ്യാൻ ഇവിടുത്തെ അക്കാഡമിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് അത്ര വളരെ പരിമിതമായിട്ടുള്ള ശമ്പളം കിട്ടുകയും, എന്നാൽ സർക്കാർ ജീവനക്കാർ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊള്ളയടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 85%
ജനങ്ങളടക്കുന്ന നികുതി പണം 15% അവർ ഊറ്റി തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ പ്രാവശ്യം സർക്കാർ എടുക്കുന്ന കടങ്ങളും ഈ കടങ്ങൾ വീട്ടുന്ന പലിശ പോലും വീട്ടാൻ പറ്റുന്ന ഗതികേടിലാണ് ശരിക്കും യഥാർത്ഥത്തിൽ കേരള ജനതയും അതിന് ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഈ ശമ്പളം കുറയ്ക്കുക, പെൻഷൻ കുറയ്ക്കുക. പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഏകീകൃത പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരേണ്ടത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് മൊത്തം ഒരു 10,000 രൂപ ശമ്പളം കൊടുക്കുക, 10,000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കാന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ ഒരു കാരണവശാലും ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം, ഉദ്യോഗസ്ഥന്മാരുടെ നട്ടലുള്ള മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് കേരളം മാതൃക കാണിക്കുക എന്നുള്ളതാണ്. MLA-മാർ നിങ്ങളൊന്ന് ആലോചിക്കുക, MLA-മാരുടെ ശമ്പളം എന്ന് പറയുമ്പോൾ അവർ തന്നെ വട്ടുവിട്ട് അവരുടെ ശമ്പളം നിശ്ചയിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ലോകത്ത് ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല. അവർ തന്നെ ശമ്പളം നിശ്ചയിക്കുന്നു. ഇത്ര ശമ്പളം, സേവന വേതന വ്യവസ്ഥകളൊക്കെ തന്നെ അവർ തന്നെ പരിഷ്കരിച്ച് അവർ തന്നെ പൊതുസമൂഹത്തെ ചൂഷണം ചെയ്യുകയാണ്. മിസ്റ്റർ വി ഡി സതീശൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശമ്പളം, MLA-മാരുടെ MP-മാരുടെയൊക്കെ ശമ്പളം കുറയ്ക്കാറുണ്ട്. EMS മാതൃക കാണിച്ചാണ് അതിൽ. EMS കൃത്യമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ 7,000 രൂപ ശമ്പളം കൊടുത്തിരുന്ന MLA-മാരോട് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് നമ്മൾ തന്നെ തീരുമാനം എടുത്ത് പൈസ കുറക്കണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതേപോലുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ വരണമെന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കുറക്കുമ്പോൾ വളരെയധികം ഒരു ഭരണപരമായിട്ടുള്ള ക്രൈസിസ് ഉണ്ടാവും എന്നുള്ള കാര്യം അറിയാം. ഭരണപരമായിട്ടുള്ള ക്രൈസിസിനെ വളരെ ശക്തമായിട്ട് നേരിടണം. അതിനും തന്നെ ESMA പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ESMA ഏർപ്പെടുത്താമെങ്കിൽ ഒരു കുഴപ്പമില്ല. ESMA ഏർപ്പെടുത്തിയാൽ തന്നെ നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1968 ഈ ആക്ട് പാസ്സാക്കിയാണ്. ESMA കൊണ്ടുവരണം, മറ്റൊരു വഴിയും രക്ഷപ്പെടാനില്ല. അതുപോലെ തന്നെ ESMA എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ അവിടെ സർക്കാർ ജീവനക്കാർ സമരം നടത്തിയപ്പോൾ ജയലളിത കൊണ്ടുവന്നാണ് എസെൻഷ്യൽ സർവീസ് മെയിൻ്റനൻസ് ആക്ട് എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുവന്നാണ് ശരിക്കും ആവശ്യ സേവന പരിപാലന നിയമം കർക്കശമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്താൽ ഒരു പരിധി വരെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. പകരം ജോലിക്ക് ഇറങ്ങാനായിട്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് ബദൽ ഓപ്ഷൻ ഉണ്ട്. ഇന്നത്തെ തൊഴിൽ രഹിതരായിട്ടുള്ള എല്ലാവരും തന്നെ നിങ്ങൾ പറയുന്ന 50,000 രൂപയ്ക്ക് ജോലി ചെയ്യാനായിട്ട് ഇവിടുത്തെ അക്കാഡമിക്കുള്ള ബിരുദം നേടിയിരിക്കുന്നവരൊക്കെ തന്നെ 50,000 രൂപ താഴെ വരെ ജോലി ചെയ്യാനായിട്ട് സന്നദ്ധരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നമ്മളെ നികുതിപ്പണം ഇവരിങ്ങനെ കൊള്ളയടിച്ച് ദൂർത്തടിച്ച് ആർഭാടമായി ഒരു വിഭാഗത്തിൻ്റെ മാത്രം ജീവിതം സുരക്ഷിതമാക്കുക, മറുവിഭാഗം അർദ്ധപട്ടിണിയും ദുരിതവുമായി മാറുന്നവരാണ്. നമുക്കറിയാം, ഒരു കർഷക തൊഴിലാളികൾക്കും പാടത്ത് പണിയെടുക്കുന്നവർക്കും അതേപോലെ തന്നെ ബിൽഡിംഗ് മേഖലയിൽ പണിയെടുക്കുന്നവർക്കൊക്കെ തന്നെ പരമാവധി 1,000-1,500 രൂപയാണ് കൂലിയുള്ളത്. കർഷക തൊഴിലാളിക്ക് നമുക്കറിയാം 600, 500, 700, 300ഒക്കെയാണ് കൊടുക്കുന്ന കൂലികൾ. തമിഴ്നാട്ടിലൊക്കെ അതാണ് സംഭവം. അപ്പം ഇത് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിയില്ല, ഒരു കാരണവശാലും ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം വളരെയധികം നിജപ്പെടുത്തുകയും ഒരു കാരണവശാലും താൽക്കാലികമായിട്ടുള്ള വർധനവുണ്ടെങ്കിൽ മറ്റു വരുന്ന 85%, 15% ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റാനായിട്ട് 85% ത്യാഗം സഹിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ചിന്തിക്കുക. 15% ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റാനായിട്ട് പിന്നെ മാറി വരുന്ന സർക്കാരുകൾ വികസന പ്രവർത്തനത്തിൻ്റെ പേരിലും ക്ഷേമ പ്രവർത്തനത്തിൻ്റെ പേരിലും എടുക്കുന്ന കടം, ആ കടത്തിൻ്റെ പലിശ അടക്കാൻ പോലും നമ്മുടെ നികുതി നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട വി.ഡി. സതീശനോട് വളരെ വിനയാന്വിതനായിട്ട് വളരെയധികം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കൃത്യമായിട്ട് ഇതിനൊരു ധാരണ ഉണ്ടാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഈ പൗരാവകാശ സംരക്ഷണത്തെയും സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്കും നിങ്ങളോട് നിർദ്ദേശം വയ്ക്കാനുള്ളത്. 100% പറയുന്ന കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും ഇക്കണോമിക് ക്രൈസിസ് ഇന്ത്യയിലെ മാറ്റാനായിട്ട് കഴിയില്ല. നമുക്കറിയാം, ഇത്രയും ദുരിതം ജനങ്ങൾ അർദ്ധപട്ടിണിയും മുഴുപട്ടിണിയും ബഹുഭൂരിഭാഗം പേരുടെയും ആധാരങ്ങളൊക്കെ തന്നെ സൊസൈറ്റികളിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലും കൊണ്ടുവന്നുകൊണ്ട് ജപ്തി ഭീഷണികളിലും ആത്മഹത്യാ ഭീഷണികളിലൊക്കെ തന്നെ പട്ടിണിയാണ്, ദുരിതമാണ്. ഇടത്തട്ടുകാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ബിസിനസ്സുകാർക്ക് മാത്രമാണ് കഴിയുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോട് നടക്കുന്ന ഉൽപ്പാദന വിപണന മേഖലകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് പരിഹരിക്കാനായിട്ട് ഇതൊരു പരിഹാരമില്ലാതെ മറ്റൊരു പരിഹാരമില്ലാന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് മുന്നിൽ വയ്ക്കുകയാണ്. തലച്ചോറ് പണയം വയ്ക്കാത്ത മനുഷ്യത്വമുള്ളവരായിട്ടുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും മുഴുവൻ പേരുടെയും പരിപൂർണ പിന്തുണയും സഹകരണവും ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ എതിർപ്പുണ്ടായാൽ പോലും വലിയൊരു പക്ഷം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 15% വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ കുറേ പേരെ തീറ്റിപ്പറ്റുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവർ തീറ്റിപ്പറ്റുണ്ടാകുന്നു മറ്റുള്ളവരിലേക്ക് സാമ്പത്തിക സ്ഥിതി സമത്വത്തിലേക്ക് എത്തട്ടെ. ഫൈനാൻഷ്യൽ ഇക്വാലിറ്റി ഇല്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകും?
ഒരു വിഭാഗത്തിന് സാമ്പത്തികമായിട്ട്, അതായത് നമ്മുടെ സമ്പത്ത് ഞാൻ നീട്ടിക്കൊണ്ടുപോകണല്ലോ, നമ്മുടെ സമ്പത്ത് വെറുതെ വിരലിലുണ്ടാവുന്നവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്നുള്ളതാണ്. ടാറ്റയും ബിർളയും അബ്ദലാലും ബജാജ് പോലെയുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിലെത്തി. ഇപ്പം അവരെയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ പണ്ട് കാലങ്ങളിലൊക്കെ അവരാണ് കുത്തക മുതലാളിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് അദാനി അംബാനിൻ്റെ കയ്യിലേക്ക് ഈ പറയുന്ന ബഹുഭൂരിഭാഗം വരുന്ന സമ്പത്ത് എത്തി. അതിന് ഒരു വിഭജനം, ഒരു സാമൂഹ്യ സുരക്ഷ നേടിയെടുക്കുന്നതിനുള്ള ഒരു സ്ഥിതി സമത്വത്തിലേക്കുള്ള ഒരു മുന്നൊരുക്കമാവട്ടെ ഇതിൻ്റെ ഒരു നിയന്ത്രണം. ബ്യൂറോക്രാറ്റ്സിനെ പണിയെടുത്ത് ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന പണിയെടുത്ത് അല്ലെങ്കിൽ ഇവിടെ പൊതുസമൂഹം പണിയെടുക്കുന്നത് മൊത്തം ഇവർക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. തിരിച്ചറിയണം. നിങ്ങളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടുകൊണ്ട് ഒരു പൊതു ചർച്ചയായി മാറ്റിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗം ചെയ്യുന്ന ഈ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റവും ചർച്ചയും ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും പെൻഷനും ഇൻക്രിമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. എന്തായാലും MLA-മാരുടെ ഒരു അല്പമെങ്കിലും മാന്യതയും മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാധുനിക സൗകര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജനസേവകരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കണം. മന്ത്രിമാരായിക്കോട്ടെ, MLA-മാരായിക്കോട്ടെ. മിസ്റ്റർ സതീശൻ എന്ന് പറയുന്ന VD സതീശനെ എല്ലാ രീതിയിലെയും ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് കൊണ്ടുവരാനായിട്ട് തയ്യാറെടുപ്പ് നടത്തും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും. ഓക്കെ, താങ്ക് യു.